പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ തൃശ്ശൂർ ജില്ലയിലത്തെ എരവിമംഗലം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് വന്നുകൊടുത്തത്. എരവിമംഗലം പ്രശസ്തമാവുന്നത് സുകുമാർ അഴീക്കോട് താമസിക്കുന്ന സ്ഥലം എന്നുള്ള പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് കേരളത്തിൽ. പിന്നെ എരവിമംഗലം ഷഷ്ടി അതിന്റെ അടുത്താണ്, പക്ഷെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ തനിമ ഇപ്പോഴും പോയിട്ടില്ല. കണ്ട, അതൊരു ചായക്കടയാ, പക്ഷെ ചായ ഇല്ല. സമയം ഒരു 11:30 അപ്പൊ രാവിലത്തെ ചായ അതൊക്കെ കഴിഞ്ഞു, അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നാട്ടുപുറത്തുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വായനശാല ഉണ്ട്. ഗ്രാമത്തിന് പണ്ടുള്ള ഇതാണ്, എല്ലാ ഗ്രാമങ്ങൾക്കും ഓരോ വായനശാല ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വായനശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 കൊല്ലം പഴക്കമായി. ഇപ്പോൾ 75ാം വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി 3 ദിവസത്തെ ആഘോഷം. ഇന്ന് 17-ാം തീയതി. ഇന്ന് ഞങ്ങൾ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവതരിപ്പിക്കും. അവർക്കൊരു ആഗ്രഹമാണ് ഒരു നാടകം കളിക്കണമെന്ന്. ഇവിടെ നാടകത്തിലും കലയോടും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള നാട്ടുകാരാണ് ഇവിടുത്തെ. ഭയങ്കര കൂട്ടായ്മയാണ് നാട്ടുകാർ തമ്മിൽ. അപ്പോൾ ഇവർക്ക് അവസാനമായിട്ട് ഇവർ ഒരു നാടകം ഇവിടെ കളിച്ചിട്ടുള്ളത് 13 വർഷം മുൻപാണെന്ന്. ഇപ്പോൾ ഇവർക്ക് വാർഷികത്തിനൊരു നാടകം കളിക്കുന്നത് ഭയങ്കര ആഗ്രഹം. ഈ നാടകത്തിൽ 40 പേരാണ് അഭിനയിക്കുന്നത്. ഈ നാട്ടുകാരായ 40 പേര്. അപ്പോൾ പ്രേമേട്ടനെയാണ് അവർ സമീപിച്ചത് നാടകം ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ NN പിള്ള സാറിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയുന്ന നാടകമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ നാടകം ആകെ കുറച്ച് പേരുള്ളതിൽ ശരിക്കും ആ നാടകത്തിൽ. പിന്നെ നാടകത്തിൻ്റെ ഫസ്റ്റും ലാസ്റ്റൊക്കെ കുറച്ച് ഇപ്പോഴത്തെ ഒരു 1965 ആ കാലഘട്ടത്തിൽ നടക്കുന്ന നാടകമാണ്, കഥയാണ് അതിൽ പറയണേ. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടം കൂടി കുറച്ചൊക്കെ കാണിച്ച് അങ്ങനെ കുറച്ചൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് നാടകത്തിനൊന്ന് വിപുലീകരിച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ വന്നതായി ഇവിടെ വായനശാലയുടെ 75ാം വാർഷികം. അപ്പം നാടകം കുറച്ച് പഴയ നാടകത്തിനേക്കാളും കുറച്ചുകൂടി വിപുലീകരിച്ചു. അപ്പോൾ കഥാപാത്രങ്ങളെ കുറേ ആഡ് ചെയ്തു. മാക്സിമം പ്രേമേട്ടനോട് പറ്റാവുന്നതിൻ്റെ മാക്സിമം 40 പേരാക്കി. ഇനിയും കുറേ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുക, ഞങ്ങൾക്കും കൂടി ഒരു റോൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പറ്റില്ല, അത്രയ്ക്കധികം അഭിനേതാക്കളായി കഴിഞ്ഞു. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാലേ അവർ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എന്നും റിഹേഴ്സലിന് കാത്തിരിക്കുക. എത്ര ദിവസമായി എന്നറിയാം തുടങ്ങിയിട്ട് റിഹേഴ്സൽ. മ്യൂസിക് സെറ്റാക്കി കൊടുത്ത് മാത്രം ഞാൻ എക്സിക്യൂട്ട് ചെയ്യണത് പ്രശാന്താണ്. ഇതാണ് നാടകം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാലത്ത് ഒരു റിഹേഴ്സലുണ്ട്. ആ റിഹേഴ്സൽ കുറച്ചൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് ഈ എരവിമംഗലം ഷഷ്ടി പറമ്പിലേക്ക് പോവാം, സുകുമാർ അഴീക്കോട്ടെ വീട്ടിലേക്ക് പോവാം. ഒരു ദിവസം ഇത് ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് കണ്ടതാ നാടകം ഞങ്ങൾ വന്നിട്ട്. കാരണം അത് കണ്ടിട്ട് വേണമല്ലോ അതിൻ്റെ മ്യൂസിക് എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനത്തെയൊക്കെ വേണമെന്നൊക്കെ നോക്കാനൊക്കെ ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലൊന്നല്ല, പിന്നെ ഇതിലുള്ളവരൊക്കെ ഭയങ്കര കലാകാരന്മാർ. ഒന്നാമത്തെ കാര്യം, കുറേ ഇതിന്റെ സെറ്റൊക്കെ നോക്കിക്കോളോട്ടെ, ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. കിണറൊക്കെ കാണാൻ എന്ത് രസമാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം അതും എടുത്ത് പറയേണ്ടതാണ്. സ്ത്രീകള് ഒരു നാടകത്തിലേക്ക് ഒരിക്കലും വരാത്തതാണല്ലോ, പക്ഷെ ഇവിടെ സ്ത്രീകള് കൂടുതൽ, സ്ത്രീ കഥാപാത്രങ്ങളാണ് കൂടുതൽ. അവിടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ വെറുതെ. ഇവിടെ ഇതാണ് സ്റ്റേജ്. ഇതിൻ്റെ ഉള്ളിലാണ് വായനശാലയും കാര്യങ്ങളൊക്കെ.
നാട്ടന്മാരാ മോള് അത് വേണ്ടപ്പോ മാത്രം തളങ്ങി ചെവി കേൾക്കാം. അപ്പോൾ അവിടെ റിഹേഴ്സൽ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരെ ശല്യം ചെയ്യേണ്ടതെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. നമ്മുടെ ഈ ചായകടയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഇതൊക്കെ വർഷകാലത്ത് നല്ല ഭംഗിയുള്ള ഒരു ഭാഗമായിരിക്കും. ഇതൊക്കെ വെള്ളം നിറഞ്ഞു ഒഴുകണ റോഡ്, മെയിൻ റോഡ് പോണു. ഇവിടെ ഇങ്ങനെ ഒരു സമാന്തരമായ റോഡ്. ഇവിടെ എരവിമംഗലം പ്രൈമറി ഹൈസ്കൂൾ ഉണ്ട്. നോക്കിയേ, പഴയ ഒരു സ്കൂളാ. പ്രൈമറി ഹൈസ്കൂളല്ല, പ്രൈമറി സ്കൂള്. അത് തെറ്റി പറഞ്ഞേക്കണ്ട. ഇതാണ് ആ സ്കൂള്. ലോവർ പ്രൈമറി. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റില്ല. അതിക്രമിച്ച് കയറി എന്ന് പറയും. നല്ല ഭംഗിയാണ് കേട്ടോ. പണ്ടത്തെ ആ ഓട് പേര നോക്കിയാൽ. ഇത് പുതിയതായിട്ട് ഇപ്പോൾ പണ്ടത്തെ ബിൽഡിങ്ങാണ്. പണ്ടത്തെ ഓട് പേര നോക്കിയാൽ. അകലെ നോക്കിയാൽ ഈ പഴയ കാലഘട്ടം ഓർമ്മ വരും. ആ സ്കൂളിൻ്റെ മുൻവശമൊക്കെ നോക്കിയാൽ അതിൻ്റെ വാതിലുകളും കണ്ട. കുട്ടികളുണ്ട കലയുമായിട്ട് പോകണ വേണ്ട. കലയായിട്ടല്ല, വയലിനായിട്ട്. ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. കലയുമായി. അപ്പോൾ നമ്മൾ ആദ്യം പോണത് നമുക്ക് ഗ്രാമത്തിലൂടെയാണ് നടക്കാൻ കുറച്ച്. ഈ വഴി കൂടെ നടക്കണ പോലെ സുഖമായിരിക്കില്ല ചേട്ടാ. ഇനി അവിടെ നിങ്ങളുള്ളത് അത് മെയിൻ റോഡിലേക്ക് നിന്ന് കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അപ്പുറ സൈഡോടെ തൊട്ടപ്പുറത്തോടെ മണലിപ്പുഴ, പീച്ച് ഡാമിൻ്റെ ഇതിൽ നിന്ന് വരുന്ന മണലിപ്പുഴ, അത് ഇവിടുന്ന് ഒരു കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓടെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ വളഞ്ഞു ആ പുഴയുടെ കരയിലാണ്, തീരത്താണ് സുകുമാർ അഴിക്കോടിൻ്റെ വീട്. അപ്പോൾ ആളിവിടെ താമസിച്ചതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യമൊന്നുമില്ല. അതായത് ആള് പ്രാസംഗികനാണല്ലോ. പ്രസംഗം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പ്രസംഗിക്കില്ല. അപ്പോൾ തൃശ്ശൂർ കണ്ണൂകാരനായിരുന്ന ആൾ തൃശ്ശൂർ മധ്യഭാഗമാണല്ലോ. ഇവിടുന്ന് അപ്പോൾ അങ്ങോട്ട് തിരുവനന്തപുരം വരെയും ഇവിടുന്ന് കാസർഗോഡ് വരെയും കറക്റ്റ് തുല്യ അളവിലാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വീട് താമസിക്കാൻ തീരുമാനിച്ചത് എന്നാണ് നമ്മുടെ അറിവ് കേട്ടോ. അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ കുഞ്ഞൊരു പണ്ടത്തെ ഒരു ഇതിന് എരവിമംഗലം ഒരു സെൻ്ററാണ് കേട്ടോ. കുഞ്ഞി സെൻ്റർ. ഇത് കള്ള് ഷാപ്പ് ഉണ്ട് ഇവിടെ. കുഞ്ഞൊരു കള്ള് ഷാപ്പ് വേണ്ട ഓടുത്തത് കള്ള് ഷാപ്പ്. സർവത്ത് കുടിക്കുന്നത് ശരിക്ക് കള്ള് ഷാപ്പിൽ നിന്ന് ആരെയും സർവത്ത് കുടിക്കുമോ? അവിടെ സർവത്തുണ്ട്. സംഭാരാണോ? വണ്ടി ഇതാള് ഒരു കള്ളും കുടമൊക്കെ എടുത്തിട്ട് കള്ള് ഷാപ്പിൻ്റെ ഓപ്പോസിറ്റ് കള്ളും കുടം ഒക്കെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടാ. കുറെ വെള്ളം ഒഴിക്കുന്നില്ല കുടത്തിന്ന്. അപ്പൊ എരവിമംഗലത്തെ മസാല സോഡ ഉണ്ടാക്കണ കേട്ടോ ചേട്ടൻ. മധുരമുള്ളതാണോ? മധുരണ്ട്. എരിവാണ്. മസാല സോഡ ഉണ്ടാക്കണം നോക്കിക്കോ. ഇങ്ങനത്തെ കുടം എടുത്തു കേട്ടോ. ഇതിൽ കുടത്തിൽ വെള്ളം മുന്നേ നിറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കളഞ്ഞു. ഇതേപോലെ ചെയ്യുന്ന കേട്ടാ. എന്ന് ചേട്ടൻ്റെ പേര് ഉപ്പിട്ടു. ഈ രഹസ്യം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്താൻ കേട്ടാ. കുഴപ്പമില്ല. ആ കാരണം ആള് അറിയില്ലല്ലോ. അതാണ് ആള് പറഞ്ഞെടുത്തോളാം. ഇവിടെ അടുത്ത് വീട് ഇതാ ആള് ഔഷധലകളൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു സാധനമാണ് തരുന്നത്. ദൈവമേ ഇതെന്തുട്ടാ നല്ല എരിവുള്ള കാന്താരി മുളകൊക്കെ ചേർത്തുണ്ടല്ലോ. കുരുമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വേപ്പിലിൻ്റെ കറിവേപ്പില, പിന്നെ കുറച്ച് ഔഷധലകൾ കൂടി കുടിച്ചോണ്ടുള്ള ഗുണം വയറ് ശുദ്ധിയാവും. വയറിളക്കാൻ വല്ല മരുന്ന് കഴിച്ചാൽ ഇളക്കണതല്ലോ. ഇത് ഗുണമാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കും. അതെ. അപ്പോൾ
വിശപ്പുണ്ടാക്കാനുള്ള ഒരു ഔഷധമാണെന്നാണ് ആൾ പറയണത്. ഇനി ഇതിന്റെ സോഡ ഒഴിക്കാൻ പോണത് ഇത് കഴിച്ചിട്ട് ആളുകൾ വീണ്ടും വീണ്ടും ഒന്ന് കഴിക്കാറുണ്ടോ? ആൾക്കാർ വരുന്നു ആളുകൾ വരുന്നത് ഓരോരുത്തർ വരുന്നത്. വീടുകളിലൊക്കെ ധാരാളം കൊണ്ട് ഇത് കഴിച്ചിട്ടുണ്ടോ മുന്നേ? ഇല്ലേ, ആദ്യമായിട്ട് കഴിക്കണോ? വീടുകളിലൊക്കെ സോഡയാണ് ഒഴിക്കുന്നിട്ട് ആള്. മസാല സോഡ ഒരു പേരിട്ടൊന്ന് മാത്രം ഈ മസാല എന്നുള്ളത്. പക്ഷെ മസാല ഇതിൽ ഒട്ടുമില്ല. ആ എനിക്ക് അല്ല കഴിക്കാൻ വേണ്ട. പതുക്കെ വലിച്ച് കഴിക്കട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി പറഞ്ഞാൽ മതി. 20 ശിരസ്യവും നിൽക്കണ്ട. അപ്പൊ ആൾക്ക് ഒരെണ്ണം കൊടുത്തത് ഞങ്ങൾക്ക് ഒരെണ്ണം മതി. അതെയോ? ആ നല്ല രസമുണ്ട്. ഇത് വേറെ എവിടെയും ആയി നല്ല രസമുണ്ട്. വെറുതെ പറയുന്നതല്ല, വേറെ എവിടെയും നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടാ. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു വേണമെങ്കിൽ ഇത് എനിക്ക് വേണം. ആ വേറെ എവിടെയും കിട്ടൂല. നല്ല രസമുണ്ട്. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത് കുടം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഒഴിച്ചു. ഇഷ്ടപ്പെട്ടില്ല തരുന്നേ. സംഭാരൊക്കെ കുടിക്കണ പോലത്തെ. അപ്പോൾ നമ്മൾ അരവിമംഗലം ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഔസേപ്പിച്ചേട്ടൻ്റെ മസാല സോഡ അല്ലേ, മസാല സോഡ കഴിക്കാൻ പറ്റും. ഇത് കുറേ സ്ഥലത്തുണ്ട് മസാല സോഡ, നമ്മുടെ ഇവിടെ ഒന്നല്ല. മനസ്സിലാവുണ്ടോ? അവർ ചേർക്കാത്ത ഇലകളും കൂടി ചേർത്തിട്ട് ഇത് ഇവിടുത്തെ കുടുംബശ്രീയുടെ ഷോപ്പാണ്. നടത്തറ ഗ്രാമപഞ്ചായത്ത്. ഇതാ ആ നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുള്ള ഷോപ്പാണ്. കൂടി കഴിഞ്ഞു. ഇതിനെത്രയാ പൈസ? 20. ഒരെണ്ണത്തിന് 20 രൂപ. നല്ല എരിവുള്ള സോഡ കുടിച്ചു. കുഴപ്പമില്ലേടാ, രസമുണ്ട്. ആള് നമുക്ക് സ്പെഷ്യൽ പറഞ്ഞിട്ട് കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചേ. കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. അല്ല വയറ് ഇതാവൂ? ഏയ് എന്തൊട്ട് ഇങ്ങനെ. ഇനി ആദ്യം കാണാൻ പോണത് എന്തിട്ടുണ്ടാവുക. ഞങ്ങൾ നടന്ന് പള്ളിയുടെ അവിടെ വരെ എത്തിയാറായി. പള്ളിയുടെ അവിടെ വരെ എത്തി. അരവിമംഗലം പള്ളി. അങ്ങനെ നമ്മൾ പ്രശസ്തമായ ഷഷ്ടിപ്പറമ്പിലേക്ക് എത്തി. ഷഷ്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാവടി 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 കാവടി. നീ ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ടില്ല? ആ കൊടകര ഷഷ്ടി ഒപ്പം ആ ദിവസം തന്നെയാണ് ഇവിടെയും. മണിയൊരു പാട്ടില്ലേ, കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാനല്ല കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാനൊരു മിന്നായം ചാത്തുള്ളി പോലെ ചെയ്യുള്ളൊരു നോട്ടം. ആ പാട്ടില്ലേ? എനിക്കറിയില്ല, വരികൾ അറിയില്ല, കേട്ടിട്ടുണ്ട്. യാൽത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ എന്താ വെച്ചിട്ടില്ലേ, പണ്ട് 1984-85 നീ ജനിച്ചിട്ട് 2 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് ആ ശിങ്കാരിമേളം തുടങ്ങുന്നത്. ശിങ്കാരിമേളം തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 5 പേരോ 6 പേരോ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴേ ഒരു മേള സെറ്റിൽ 2 കൂട്ടുകാർ അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദിബടിയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുതായിട്ട് ഞങ്ങൾ 10-15 വയസ്സുള്ള ടൈമിൽ ഞാനും ദേവി പിന്നെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയിട്ട് ഇവിടേക്ക് വന്നു. ആ സമയത്ത് അവിടെയാണ് കാവടി തകർക്കാണ്. അവിടെ മാത്രം ആളുകളോ, ഈ കൂട്ടുകാർ മാത്രമല്ലോ. അപ്പം ഞങ്ങൾ വേറെ ആരില്ല. അപ്പം ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അവരൊപ്പം നിന്നിട്ട് ഇങ്ങനെ താളം പിടിച്ചു. അന്ന് എങ്ങനെയെന്നല്ലേ, ചെറിയ പിള്ളേരുകളല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇംഗ്ലീഷുകാരി ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അവിടുന്ന്. അത് കണ്ടപ്പോൾ അത് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ 4 പേരും കൈ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അവരെ മുന്നിൽ വെച്ചിട്ട് ഡാൻസ് കളിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ശിങ്കാരി മേളത്തിൻ്റെ ഡാൻസ് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ പറയണത് കേട്ടാ. അന്നൊന്നും ആളുകളില്ലേ. പിന്നെ ഞങ്ങൾ കളിക്കുന്ന ജനകീയമാക്കിയത് ചേട്ടനാണ്. ജനകീയമായിക്കെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് പേര് കൂടിയും ഇവിടെ വന്ന് കാണാൻ നിന്നു. ആരും ഞങ്ങളിൽ പങ്കെടുത്തില്ല, ഞങ്ങളുടെ ഒപ്പം പങ്കെടുത്തില്ല. രാത്രി 12 നേരത്താണ്. രാത്രി കുറുക്കഞ്ചേരി പോലെ ഇവിടെ രാത്രി കാവടിയുടെ ടൈമിലാണ്. അത് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊല്ലം ജനുവരി മാസത്തിൽ കുറുക്കഞ്ചേരി പൂരത്തിന് പോയപ്പോൾ
അവിടെ ചിങ്കാരി മേള ഉണ്ടായിരുന്നു വടൂക്കര ടീമിന്. അവിടെ അന്ന് പ്രദീപൻ മാമൻ്റെ മോനുണ്ട്, അമ്മായിയുടെ മോൻ പ്രദീപൻ ഞങ്ങളെ കൊണ്ടുപോയി അവിടേക്ക് വടൂക്കര സെറ്റിൻ്റെ അവിടേക്ക്. അവിടെ ചിങ്കാരി മേളുണ്ട്. അവിടെ ഒരു 10-20 പേര് ആ ചിങ്കാരി മേളത്തിൻ്റെ ചുറ്റും കൂടുതലായി. പിന്നെ പിറ്റേ കൊല്ലായി പുള്ളിക്ക് നിറഞ്ഞു തുടങ്ങിയ ആളുകൾ പിന്നെ കൂടി 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 വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഈ ചിങ്കാരി മേള കഴിക്കുമ്പോൾ അവരെ ഡാൻസല്ലേ മറ്റേ പരിപാടി ഇതില്ലേ അതൊക്കെ ആക്കി പല പല ഇതുകളില്ലേ. ഇപ്പോൾ എന്തെല്ലാം സ്റ്റെപ്പുകളും കാര്യങ്ങളായി. പിന്നെ ഈ ഷഷ്ടിപറമ്പിന് വേറെ പ്രത്യേകതയുണ്ട്. പെൺപിള്ളേർ ചിങ്കാരിമേളം കൊട്ടുമ്പോൾ അങ്ങോട്ട് ഭയങ്കര ഡാൻസ് ആയിട്ടുള്ളൊരു വീഡിയോ കാണാം, വൈറലായിട്ടുള്ളൊരു വീഡിയോ. അത് ഇവിടെയാണ് പെൺകുട്ടികൾ കൊട്ടിയതാണ്, പെൺകുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുള്ളത്. ഭയങ്കര രസത്. അതും ഇവിടെയാണ്. അങ്ങനത്തെ ഒരു ഷഷ്ടിപ്പറമ്പാണ്. നമ്മുടെ നിധിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നട്ട് ഷഷ്ടിപ്പറമ്പ്. ഇതേ അമ്പലം. ശരിക്കും ഗ്രാമപ്രദേശമാണ് ഇവിടെ. വളരെ ശാന്തമാണ്. ഇത് ബാക്കിയോടെ അങ്ങോട്ട് അതിൽ പോയിട്ടാണ് പുഴ. ആ പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൈനൂർ ചെറാന്ന് കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ വരെ 4 കുട്ടികൾ മുങ്ങി മരിച്ച സ്ഥലം. കഴിഞ്ഞ 4 കുട്ടികൾ മുങ്ങി മരിച്ചില്ല. കുറേ പേര് മരിക്കുന്നുണ്ട്. കാണുമ്പോൾ വളരെ ഒരു അപകടമില്ലാത്തൊരു സ്ഥലം തോന്നിക്കും. പക്ഷേ ശാന്തമായിട്ട് ആഴമില്ലാത്ത ഒഴുക്കില്ലാത്ത അപകടമില്ലാത്ത സ്ഥലമായിട്ട് തോന്നും. പക്ഷെ അപകടം പതിയിരിക്കുന്നുണ്ട്. അടിയൊഴുക്ക് കൂടുതലാന്ന് തോന്നുന്നു. അതന്നെ. ഇതിന്റെ ബാക്കിൽ തന്നെയാണ് അങ്ങോട്ട് വളഞ്ഞിട്ടാണ് സുകുമാർ അഴിക്കോണ്ട വീട്. നമ്മളെ കണ്ടപ്പോ ഗേറ്റ് അടയ്ക്കണു. അവിടെ ചൂലുണ്ട് അടിച്ചു വരൻ്റെ അവിടെ ചേച്ചി. ഞങ്ങൾ കുറെ ദൂരൊക്കെ നടന്നൊക്കെ പോയി. എന്തൊക്കെയോ ചേട്ടൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് നടത്തിയത്. അങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഒരു ഓട്ടോറിക്ഷ കിട്ടി അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇവിടുത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അധോലോകം മെമ്പറാണ് ശ്രീരാം. പ്രേമേട്ടൻ ഒഫീഷ്യലായിട്ട് പേരുള്ളൂ കേട്ടാ അല്ലേ? സംവിധാനം ചെയ്തേക്കുന്നത് കൊണ്ട് നീ അല്ലടാ. മെയിനായിട്ടും കുറെ ഇവിടുത്തെ കഥാപാത്രങ്ങൾ മോൾഡ് ചെയ്തെടുക്കണതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ശ്രീരാമാണ് കേട്ടോ. അത് നാട്ടുകാരാണേ. റിൻ്റനും ഉണ്ട്. റിൻ്റൻ തേ പോണു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ്. അവർക്ക് നാടകത്തിനോട് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സെറ്റാക്കി അവർ നന്നായി ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ശ്രീരാമാണ്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ പോകും. അതന്നെ നമ്മുടെ രേഷ്മയുടെ. അതിന് നീ പൊക്കോ. അവർ ഫുഡ് കഴിക്കാൻ പോവര്. ഇനി ഇവിടെ ഒരു ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ കൂടെ മധു എന്നല്ല ചേട്ടൻ്റെ പേര്. ഈ ചേട്ടത്തിലൊരു കൃഷിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടാ. അപ്പോൾ ഈ ചേട്ടൻ ചെയ്തേക്കണതാണ് ഈ കിണർ കേട്ടാ. കലപ്പയും കലപ്പ കണ്ടു ഞങ്ങൾ കണ്ടു. കണ്ടാ വെള്ളം കോരാനൊക്കെ പറ്റും. എന്താ രസം നോക്കിയേ കേട്ടാ. എവിടെ കലപ്പ? ഇവിടുത്തെ നാട്ടുകാരാണല്ലോ ഇതിൽ അഭിനയിക്കണത്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ ഓരോരുത്തരും നമുക്ക് ഓരോ കണ്ടന്റ് ആക്കാനുള്ള ഓരോ പ്രതിഭകളാണ്. അതേ കണ്ട കലപ്പ ഇതിങ്ങനെയാണ്. കണ്ടില്ലേ നമ്മള് അവിടെ കാള അപ്പുറത്ത് വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ പൂട്ടി കൂട്ടണത് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കാളയാക്കിയതല്ലേ. ഒരെണ്ണപ്പുറത്ത് ഒരപ്പുറത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതേ കണ്ട ഈ ചേട്ടൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഇതും. പിന്നെ പാളത്തൊപ്പി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 65 കാലഘട്ടത്തിൽ നടക്കണ ഒരു കഥയായിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൃഷിക്കാർക്ക് ഉണ്ടാവാലോ. ശരിക്കും ചേട്ടൻ എന്തൊരു ജോലി? എനിക്ക് വീടിൻ്റെ പണി.
വീട് പണി. ഇത് ഇന്നലെ ഇവിടെ ഒരു നാടകം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഇന്ന് നാളെ 3 ദിവസമായിട്ടാണ് ഇവിടുത്തെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കണം. അപ്പം ഇന്നലെ കുട്ടികളുടെ ഒരു നാടകം ഉണ്ടായിരുന്നു. എന്നിട്ട് നാടകത്തിന്റെ പേരായിരുന്നേ നന്മകൾ വളരട്ടെ. അതിന്റെ പ്രോപ്പർട്ടിയാണിത്. ബാലവേദി കുട്ടികൾ ഈ വായനശാലയിലെ കുട്ടികളുടെ തന്നെയാണ്. അതിനു വേണ്ടി പ്രോപ്പർട്ടിയാണ്. ഇത് തയ്യാറാക്കിയത് ഞാൻ തന്നെയാണ്. ജയപ്രകാശ് എന്നാണ് ഈ ചേട്ടന്റെ പേര്. ഞാൻ പൊതുമരാമത്ത് വകുപ്പില് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വായനശാലയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. പിന്നെ ഇതിന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് കുറച്ച് താല്പര്യമുണ്ട്. അത് കാരണത്താൽ ഇവിടെ സജീവമായിട്ട് എല്ലാ കാലം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്തെ ക്യാമറ ഉണ്ടല്ലോ, അത് ദേ സ്റ്റേജിലിരിക്കുന്നുണ്ട്. അതും ആളെന്നെയാട്ടാ ചെയ്തത്. പിന്നെ ഇവിടെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, സ്തൂപം ചെയ്തിട്ടില്ല ഞാനാണ്. അതെവിടെയാ? 1997 അവിടെ ഉണ്ട്. അടുത്ത് തന്നെ. ഭാരതത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തസാക്ഷിത ഗ്രാമമാണ് എരവിമംഗലം. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്തൂപം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ്. അന്ന് ചെറുപ്പമായിരുന്നു. അപ്പൊ അതിന്റെ ലോഗോ ചെയ്ത് അത് അവിടെ തന്നെയുണ്ട്. ഇതാണ് ആ സ്തൂപം 97 ഉണ്ടാക്കിയതല്ലേ. സമ്പൂർണ്ണ രക്ത ഗ്രൂപ്പ് സാക്ഷരതാ സമിതി എരവിമംഗലം. കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞ പോലെ ഇതുവരെ കണ്ട ആളുകൾ പ്രതിഭകളാണ്. ഇനി അതിനേക്കാളും വലിയൊരു പ്രതിഭേനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ദേ നമ്മുടെ കൂടെ തന്നെയുണ്ട് അരുൺ കുന്നമ്പത്ത് എന്നാണ് പേര്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ സാഹിത്യകാരനാണ്. എന്നിട്ട് പറയാ, ലോകപ്രശസ്തമായ 2 പ്രബന്ധങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാക്കിക്കുള്ളിലെ കലാകാരനാണ്. നീ അതെ, അതുകൊണ്ടാണല്ലോ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറഞ്ഞത്. എന്തൊക്കെ വിശേഷണങ്ങൾ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ആലോചിക്കരുത്, വാക്കുകൾ ഇങ്ങനെ. നമ്മുടെ ചേട്ടൻ്റെ പോലെ തന്നെയാണ്, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയാൾക്ക്. അപ്പോൾ ആളുടെ ഇന്നാളെ ഇറങ്ങിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അരുണഗാഥ. അത് ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. പണ്ടത്തെ ഓരോ ഓർമ്മകൾ, അത് ശരിക്കും ഓർമ്മകൾ തന്നെയാണ്. അത് നമ്മളെ സത്യനന്ദിക്കാട് പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രഷർ അനുഭവിച്ച കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർത്ത് ചിരിക്കാനുള്ള തമാശയായിരിക്കും. അതെ, അതിൽ പിന്നെ നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് എന്തിലും ഒരു നർമ്മം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോഴും പറയാറുള്ളത്. അതെ, നർമ്മം കലർത്തിയിട്ടാണ്. ഭയങ്കര രസമാണ്. നമുക്ക് കുറേ ചിരിക്കാനുണ്ട് അത് വായിക്കാൻ. തൃശ്ശൂർ, പൂർണ്ണമായിട്ടും തൃശ്ശൂർ ഭാഷയിൽ എഴുതിയ ഒരു ബുക്കാണ്. ആ പുസ്തകം എഴുതിയതിന് ശേഷമാണ് എന്നോട് വേറൊരാൾ പറഞ്ഞിട്ട് ഞാൻ ഈ കുടകര പുരാണം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചത്. അപ്പോൾ അതിനു മുമ്പ് തൃശ്ശൂർ ഭാഷയിൽ എഴുതിയൊരു പുസ്തകം, അത് നന്നായി പോയൊരു പുസ്തകമാണ് ഈ കുടകര പുരാണം. അതിന് ശേഷമാണ് ഞാൻ വായിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 3ാമത്തെ എഡിഷനിലേക്ക് കിടക്കുകയാണ് ആളുകൾ. എത്ര പുസ്തകം എഴുതി? മൊത്തം 2 പുസ്തകം. ആദ്യത്തെ മരിച്ചവരുടെ ഇടത്താവളം ആയിരുന്നു ആദ്യത്തെ പുസ്തകത്തിന്റെ പേര്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് ആ ബുക്കും. അതിലത്തെ ഒരു സ്റ്റോറിയുടെ അതിൻ്റെ ഒരു ത്രെഡാണ് നമ്മളുടെ സുമലത ഉണ്ടല്ലോ. സുമലത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇറങ്ങിയിട്ടില്ലേ? അതെ അതെ, യക്ഷി പ്രേതം. അപ്പൊ അത് ആ കഥ അതിന്റെ അരുണിന്റെ ആ കഥയുടെ ഒരു ത്രെഡാണ് അതിൽ നിന്ന് പ്രേമേട്ടൻ പ്രണയം മറ്റേ 50 ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അല്ല, സ്കൂട്ടർ. ഞാൻ തൃശ്ശൂർ സിറ്റി പോലീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂട്ടർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ബജാജ് ചേതക്ക് സ്കൂട്ടറാണ് അതിലെ നായകൻ. അതിന് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജിയോ സ്മൃതി ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് മികച്ച ചിത്രമായിട്ട് അവാർഡ് കിട്ടി. അത് ഈ വൃദ്ധ അതല്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ എനിക്കിതൊക്കെ അറിയാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഗിയുടെ നമ്മുടെ സജീവന്റെ രാഗിയുടെ ക്ലാസ്മേറ്റ് ആണ്, കോളേജ് മേറ്റ് ആണ്. അപ്പോൾ അരുൺ എന്ത് സാധനങ്ങൾ ഇറക്കണ്ടെങ്കിലും അതിപ്പോ പുസ്തകമാവാം, ഷോർട്ട് ഫിലിം ആവാം, വേറെ എന്തായാലും അപ്പൊ തന്നെ അവൾ അതെനിക്ക് അയച്ചു തരും. കോളേജ് ഞങ്ങളുടെ സാമ്പത്തിക മന്ത്രികളിൽ ഒരാളായിരുന്നു. അതെ. പിന്നെ ഒരു ഷെയർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. അത് ആന്റി ഡ്രഗ് അവയർനെസ് ആണ്. ഡ്രഗ്സിനെതിരെ അതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു CFL ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. ബാഡ്ജ് ഓഫ് ഓണർ കിട്ടിയത് എനിക്ക് അതിലാണ്. പോലീസിൽ നിലവില് ഞാൻ കേരള പോലീസ് അക്കാഡമിയിലെ ഡെപ്യൂട്ടേഷനിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 5-10 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ പോണതേ. ഒരു മിനിറ്റ്. അപ്പൊ ആളും ഈ നാടകത്തില് ഒരു പ്രധാന ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫറിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വരുന്ന ആ ഫോട്ടോഗ്രാഫർ ക്യാമറമാനായിട്ടാണ് ആൾ ഇതിൽ അഭിനയിക്കണേ. ആളുടെ വൈഫും അഭിനയിക്കുന്നുണ്ട്, സന്ധ്യയും അഭിനയിക്കുന്നുണ്ട്. ആണ് നളു.
നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ നടക്കുമ്പോ സ്കൂട്ടർ വരുന്ന ആളു അത് അരുണിന്റെ വൈഫാണ്. അതിന് പറഞ്ഞു അത് നമ്മളിപ്പോൾ പോകുന്നത് എരവിമംഗലത്തിൻ്റെ വളരെ ചരിത്രപരമായിട്ടുള്ളൊരു വഴിയിലൂടെയാണ്. ഇവിടെ അപ്പുറത്ത് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കഷ്ടി ഒരു വർഷം മുമ്പ് അവർ പൊളിച്ചു. കുമരപുരം പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോവിലകം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കൊല്ലം മുമ്പാണ് ആ നാടകം ചെയ്യാനിവിടെ ഞങ്ങൾ പ്ലാനിട്ട് വെച്ചാൽ, ഒരു കൊല്ലം മുമ്പാണ് നിങ്ങൾ വന്നേച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടിയാലേ. അത് പൊളിച്ചു. അപ്പോൾ അവരുടെ കീഴിലുള്ള അമ്പലമൊക്കെ ആയിരുന്നു അത്, സ്വരൂപം എന്ന് പറയാം. അപ്പോൾ ഇവിടെയുള്ള ഒരു KK രാജ എന്ന് പറഞ്ഞ ഒരു കവി ഉണ്ടായിരുന്നു, മഹാകവിയാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് കവിതയിൽ. അദ്ദേഹം നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട് സാഹിത്യപരമായിട്ട്. അപ്പൊ ഇതിപ്പോ കുമരപുരം ക്ഷേത്രം എന്നാണ് പറയാ. നാട്ടുകാരെയാണോ അതേ കുടുംബക്ഷേത്രം തന്നെയാണോ? ഇപ്പോ നാട്ടുകാരെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അവരൊരു ട്രസ്റ്റും ഉണ്ട്. വലിയൊരു അമ്പലമാണല്ലോ. വലിയ അമ്പലം. ഇതിന് വേറൊരു കലാകാരൻ വരുന്നു, സുബ്രേട്ടൻ. സുബ്രൻ പൂച്ചട്ടി. പറയാ ഇത് സുബ്രൻ പൂച്ചട്ടി നമ്മുടെ ജ്യേഷ്ഠനാണ്, സുഹൃത്താണ്. പുള്ളി സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് കിട്ടിയ ഒരു പ്രതിഭ കൂടിയാണ്. അസാധ്യ കലാകാരനാണ്. നിങ്ങളൊരു ചിത്രം കാണിച്ചു കൊടുത്താൽ മതി, അതിന്റെ രൂപം ഞൊടിയിടയിൽ ഉണ്ടാക്കും. ഗായകനാണ്. 3D പ്രിന്റിംഗ് എന്നൊക്കെ പറയണതല്ലേ നാടൻ പാട്ട് അല്ലേ? 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാല് ഏനെ വെല്ലുന്ന രീതിയിൽ ശരീരം ഉണ്ടാക്കി തരും പുള്ളി. അതായത് ഞങ്ങളെ ഒരു ദിവസം റിഹേഴ്സലിന് വന്നപ്പോഴേ ആള് ഉണ്ണിയപ്പം തന്നു. തെർമോകോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഉണ്ണിയപ്പം. അതില്ലല്ലോ കയ്യിലുണ്ടാ? അശോ, അവിടെ കാണിച്ചു തരാം. അപ്പൊ കുളപ്പടവിന്റെ അവിടെ നിന്നിട്ട് ആളെ കൊണ്ട് 2 നാടൻ പാട്ട് പഠിപ്പിക്കാം. വീട് ഇവിടെ അടുത്ത് തന്നെ പൂച്ചട്ടി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. കബഡി കളിയില് ഭയങ്കര ഫേമസ് ആയിരുന്നു പണ്ടത്തെ പൂച്ചട്ടി ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളുകളും അല്ല ഏത് ടീമും ഞെട്ടുന്ന കബഡി താരങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ പൂച്ചട്ടി ഭാഗത്ത് ഈ മൺപാത്ര നിർമ്മാണക്കാർ ഒരുപാടുണ്ടായിരുന്നു റോഡ് ഭാഗത്തൊക്കെ. അപ്പൊ അങ്ങനെ ആയിരിക്കണം ചിലപ്പോ ഈ പൂച്ചട്ടി എന്നുള്ള പേര് വന്നതല്ലേ? ഞാൻ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാവും പൂച്ചട്ടി പേര് വന്നേന്ന്. സരിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ആ പുസ്തകത്തില് ഞാനൊരു സ്ഥലപുരാണം എന്ന് പറഞ്ഞൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതിലിവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, വിഷമൂല. ചില പേര് വരാൻ കാരണം അതിന്റെ മുന്നിൽ ഒരു കൾ ഷോപ്പ് ഉണ്ട്, ബസ് സ്റ്റോപ്പിൽ. അവിടെ പേര് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തി, സൊസൈറ്റി ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ആ വിഷമൂല എന്നുള്ള പേര് അവിടെ കൊള്ളായി കിടന്നു. കുളം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതില് ഹൈവിന് പോണത് അപ്പുറത്തോടെ ഞങ്ങൾ തീറ്റ്. ഞാൻ അനുഷ്ഠാന കലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നാടൻ പാട്ടുകളോട് ഇഷ്ടമില്ലാണ്ടല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ അനുഷ്ഠാന കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ദേവീക്ഷേത്രങ്ങളിൽ കാളിമുടി കെട്ടി കൊണ്ടുപോകുന്ന പാട്ടുകളാണ്. അതിൽ കളിപ്പാട്ടുണ്ട്, കുറുമ്പാട്ട്, ഇങ്ങനെ പല രീതിയിലുണ്ട്. അതിൽ തുറന്ന പാടാം. ചക്കര കുഞ്ഞാള് ചാഞ്ഞ മുടിക്കാരാ, നിക്കൊരു പീലിക്കോട കുഞ്ഞാള് കെട്ടിച്ചും കൊണ്ടുവന്നോളോ. നിക്കൊരു പീലിക്കോട കുഞ്ഞാളെ കെട്ടിച്ചും കൊണ്ടുവരുമ്പോൾ, കാലത്തും നേരത്തും കുഞ്ഞാളെ കെട്ടിച്ചും കൊണ്ടുവന്നോളോ. ചക്കര വട്ടുപോലെ കുഞ്ഞാളെ കണ്ണാടി കെട്ടണടോ, ചീറുപ്പും പല്ലുപോലെ കുഞ്ഞാളെ ആലക്കുഴിയണട്ടാ. നിക്കൊരു പീലിക്കോട കുഞ്ഞാളെ കെട്ടിച്ച് കൊണ്ടുവരുമ്പോൾ, പൊലിയളക്കും പൊലിപ്പരക്കെ കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവന്നോളോ. പൊലിയളക്കും പൊലിപ്പരക്കെ കുഞ്ഞാളെ എന്നൊന്നും കണ്ടില്ലെങ്കിൽ, നാണി വാങ്ങും പാണ്ഡ്യാലേ കുഞ്ഞാളെ കൊണ്ടുവന്ന് തന്നോളട്ടോ. നാണി വാങ്ങും പാണ്ഡ്യാലേ കുഞ്ഞാളെ എന്നൊന്നും കണ്ടില്ലെങ്കിൽ, കള്ളുടിക്കും മണ്ണത്തെ കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവന്നോളോ. കള്ളുടിക്കും മണ്ണത്തെ കുഞ്ഞാളെ എന്നൊന്നും കണ്ടില്ലെങ്കിൽ, നേരത്തും കാലത്തും കുഞ്ഞാളെ വീട്ടിലും കൊണ്ടുവന്നോളോ. തെക്കര് കുഞ്ഞാളെ ചാഞ്ഞ മൂടിക്കാരാ,
നിക്കൊരു പീലിക്കോട കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവന്നോളൂ. കൊപ്പില് കള്ളുണ്ടടാ കുഞ്ഞാളെ പച്ച മിഞ്ചാറുണ്ടടാ കുഞ്ഞാളെ പോകണ്ടടാ കുഞ്ഞാളെ തെക്കര് കുഞ്ഞാളെ കിണ്ണത്തിൽ ചോറുണ്ടടാ കുഞ്ഞാടെ കിണ്ണത്തിൽ ചോറുണ്ടടാ കുഞ്ഞാളെ പച്ച മിഞ്ചാറുണ്ടടാ കുഞ്ഞാളെ പോകണ്ടടാ കുഞ്ഞാളെ തെക്കര് കുഞ്ഞാളെ തിണ്ണമ പായുണ്ടടാ കുഞ്ഞാളെ പായ് തലയ്ക്ക് പലകുണ്ടടാ പോകണ്ടടാ കുഞ്ഞാളെ തെക്കരു കുഞ്ഞാളെ. അതെന്തൊക്കെയാ സാറിയാ ഈ പാട്ടുകൾ നമ്മൾ ഒരാളെ ഏറ്റുപാടില്ല പാടുന്നത്. നമ്മൾ ഈ ലളിതാനം പാടാൻ പറ്റില്ല. അപ്പൊ നമ്മളത് അവരുടെ ഏറ്റുപാടിലെ ഗ്യാപ്പ് നമ്മൾ ഇടണേ. അപ്പൊ അപ്പൊ ഒരു കഥയാണ്, ഇതൊരു കഥയല്ലേ. അപ്പൊ ആ കഥ കൂടെ വാമൊഴിയാണത്. ഇതൊന്നും എന്താ പറയാ വരമൊഴിയല്ല, അങ്ങനെ പറയല്ലോ. വാമൊഴി വരമൊഴി. ഇപ്പൊ വരമൊഴി എന്ന് പറഞ്ഞ പുതിയ പാട്ടുകളൊക്കെ അല്ലേ. അപ്പൊ നിങ്ങളുടെ മറ്റേ പരമ്പരാഗത പാട്ടുകളാണ് വന്നിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതന്നെ തീർച്ചയായിട്ടും. അത് അവര് പാടും ഒരുപാട് പാട്ടുകളുണ്ട്. ഇത് വലുതും പ്രസിദ്ധീകരിക്കുക ഇല്ല അതൊന്നും ചെയ്തിട്ടില്ല. അത് കഴിച്ചാല് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു അവരേറ്റുപാട് എല്ലാവരെയും പരിചയപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് ഒരു എപ്പിസോഡിൽ നമുക്ക് ഇത് ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരെ കാണിച്ചില്ലെങ്കിലും ഡയറക്ടറെ കാണിക്കാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ ഗ്രേറ്റ് പ്രേമേട്ടനൊക്കെ ഇവിടെ ഭയങ്കര ആരാധകരാണ് കേട്ടാ. പ്രേമേട്ടനെ കുറിച്ചിട്ട് ഇനി പ്രേമേട്ടൻ തന്നെ എഴുതണതാണോ എന്ന് എനിക്കറിയില്ല. ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരെ സാധനങ്ങൾ വരാറുണ്ട്. ഇത് ദേ ഇന്ന ആളെ എഴുതിയതാണ്, എന്നെ കുറിച്ച് ഇന്ന ആളെ എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ. ഇവിടെ സ്ഥലം കിട്ടുമെന്നാണ് ഇപ്പൊ അന്വേഷിക്കണേ വീട് വെക്കാനായിട്ട്. അടിപൊളി സ്ഥലം. നല്ല ഗ്രാമത്തിന്റെ എല്ലാ നിഷ്കളങ്കതയും നൈർമല്യവും ഒക്കെ ഇപ്പോഴും ചോർന്നു പോകാണ്ടുള്ള ഒരു നല്ല ഒരു സ്ഥലം. അപ്പൊ പ്രേമേട്ടൻ പറഞ്ഞോ ഈ നാടകത്തിനെ കുറിച്ചിട്ട് 2 വാക്ക് കേട്ടാ. കാട് കയറി പോയില്ല. അല്ല, നാടകം ഗ്രൂപ്പ് ഫോട്ടോ ചെറിയ 15 മിനിറ്റുള്ള നാടകം. ഇത് നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിന് ഒരു അത്ര ഭയങ്കര റിലവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പട്ടാളക്കാരൻ്റെ കഥയായിരുന്നു. പക്ഷെ അതിന് ശേഷമാണല്ലോ നമ്മൾ ഈ രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇത് നമ്മളതുമായി കണക്ട് ചെയ്തു. ഇതിനെ ഭയങ്കരമായിട്ട് മറ്റേ പഹൽഗാമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പോൾ പ്ലേ ചെയ്തതാണ്. അതിനേക്കാളും ഇവിടെ കുറേ ആൾക്കാർ റിഹേഴ്സലിന് വന്നു. അവർക്കൊക്കെ അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അഭിനയിക്കണം. അതിൻ്റെ ഒരു കൂട്ടായ്മ, അതിൻ്റെ രസം, അതാണല്ലോ നാടകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. ആൾക്കാർ എല്ലാവരും കൂടി കൂടുന്നു, അവർ സന്തോഷിക്കുന്നു, രസിക്കുന്നു, സന്തോഷമായിട്ട് പിരിയുന്നു. സന്തോഷം. പ്രേമേട്ടൻ അതാ പറയാ, നമ്മൾ നാടകം കളിക്കണത് എന്തിനാ? നമുക്ക് സന്തോഷം കിട്ടാൻ. ടെൻഷൻ അടിച്ചിട്ടുള്ള ചില നാടക ക്യാമ്പുകളുണ്ട്, ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ. നമുക്ക് പേടിയാവും കാണുമ്പോൾ, നാടകത്തിനോടേ വെറുപ്പ് തോന്നും. പക്ഷെ പ്രേമേട്ടൻ്റെ നാടക ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. അതാണ് ഒരു ശല്യം നമ്മളെ കൊണ്ട് വളരെ കൂളാ. അല്ല, ആൾക്കാരായിട്ട് നമ്മൾ രസിക്കാനാണ് ഇത് ചെയ്യണേ. അപ്പൊ അതിലപ്പുറത്തൊന്നുമില്ല. ചേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കണവരൊക്കെ ഡയറക്ടർമാരാവും. അവരൊക്കെ മാറി എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണ കാണാം. അല്ല, അതിന് ബേസ് ഐഡിയ ഉണ്ടാക്കുന്നു, സ്ക്രിപ്റ്റ് കറക്റ്റ് ആക്കി എല്ലാം ആക്കിയിട്ട് പിന്നെ ആക്ടേഴ്സിന് കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ളവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അഭിപ്രായം കൊണ്ടുവരാൻ. പിന്നെ നാടകം നിങ്ങൾ കാണാൻ എല്ലാവരും വരിക. ഇതൊരു എന്താ പറയാ, ഒരു വായനശാലയുടെ ഒരു പുനരുദ്ധാനം. നമ്മളെ ഏറ്റവും അല്ല, ഇത് എല്ലാ വായനശാലക്കാർക്കും ഇതൊരു മാതൃകയാവും. ഇത് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ വായനശാലകളെ ബേസ് ചെയ്തുകൊണ്ട് നാടുകളിൽ പുതിയ കലാപ്രവർത്തനങ്ങൾ ഉണ്ടായി വരുന്ന ഒരു കാലമാണിത്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ വായനശാലയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ആൾക്കാരുടെ നവോത്ഥാനം ചിന്തകളൊക്കെ ഉണ്ടാവട്ടെ, പുസ്തകങ്ങളൊക്കെ ആയിട്ട് എടുക്കട്ടെ, നാടകങ്ങൾ ഉണ്ടാവട്ടെ, പാട്ടുകൾ ഉണ്ടാവട്ടെ, കവിതകൾ ഉണ്ടാവട്ടെ, എല്ലാം ഉണ്ടാവട്ടെ. ഈ വായനശാലയുടെ പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെയുള്ളവർ എന്ത് വേണമെങ്കിൽ ഉള്ള ആൾക്കാർ. എൻ്റെ പൊന്നു, ഇത്രയധികം ആർട്ടിസ്റ്റുകളെ ഇതിപ്പോൾ നമ്മൾ എല്ലാവരും പോയി പറയണമാതിരി പറയണമല്ലോ കേട്ടോ. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് എന്ത് പറഞ്ഞാലും ഉണ്ടാക്കിക്കൊണ്ടിരും. ഒരു ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് പോയി ഒരാൾ പോയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു. അടുത്ത് കടിച്ചാൽ കണ്ടിട്ടില്ല, ഒരിക്കലും നമുക്കത് ഉണ്ണിയപ്പം എല്ലാം തോന്നില്ലേ. അങ്ങനത്തെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, ഇതൊരു ഭയങ്കര രസമുള്ള ഇതാ നാടകം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തിയേറ്റർ നല്ല രസമാണ്, അടിപൊളിയായിട്ട് പോട്ടെ. നിങ്ങൾ വന്നതിൽ സന്തോഷം. കറക്റ്റ് 7 മണിക്കാണ് നമുക്ക് തുടങ്ങാം. അല്ല, അത് ഷാർപ്പ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പരിപാടി നാടകം, പണ്ടൊക്കെ എനിക്ക് അവസാനമുള്ള നാടകം. ഇത് ആദ്യം നാടകം, പിന്നെ ബാക്കി പരിപാടികൾ. അപ്പോൾ വൈകുന്നേരത്തെ 7 മണിക്ക് നാടകത്തിന്റെ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സെറ്റ്. താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാൻ വരുന്നത്
രാവിലെ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വാട്സപ്പിൽ ഹായ് അയച്ചിരുന്നു, മറുപടി കണ്ടില്ല. അല്ല കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. സോറി, മ്യൂസിക് പ്രശാന്ത് ആറന്മുട്ടുകര. ലൈറ്റ്സ് സുനിൽ ആറന്മുട്ടുകര. വാക്കുകളില്ല. എരമംഗലം വായനശാലയുടെ വാർഷികാഘോഷം ഇതിനാൽ സമ്പന്നമാവുകയാണ്. ഞാൻ നേരത്തെ വിജയമാഷ് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പ്രമേയത്തിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രംഗചേതനകളിൽ നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ പ്രശസ്തനായ നമ്മുടെ സ്വന്തം പ്രമേയത്തിന് ഒപ്പം ഈ നാടകത്തിന്റെ സംവിധായകരായ റിങ്കനെയും ശ്രീരാമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ റിണ്ടൻ ആന്റണി. ശ്രീ റിണ്ടൻ ആന്റണി. ശ്രീ ശ്രീറാം.